സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ജില്ലയിലെ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്കുള്ള ഭൂമി വിതരണം തടസ്സപ്പെട്ടു. ആദിവാസി കുടുംബങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ഡെപ്യൂട്ടി കളക്ടർ വി.ടി. ഗേളി നറുക്കെടുപ്പ് നിർത്തിവെച്ചതായി അറിയിച്ചത്. ഇതോടെ ആദിവാസികൾക്കായുള്ള ഭൂമി വിതരണം വൈകും. ഈ സ്ഥലം ഇപ്പൊ ഈ കൊടുക്കുന്ന സ്ഥലം 2004 നമുക്ക് പാസ്സായ സ്ഥലമാണ്. ഈ 2004 പാസ്സായിട്ട് ഇത്രയും കാലം ഇവര് വെച്ചിട്ട് ഈ നിലമ്പൂര് സമരം ചെയ്തിട്ടാണ് ഈ സ്ഥലം ഇവർ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഒറ്റ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ആദിവാസികൾക്ക് ഈ സ്ഥലം തരാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ? ഒരു രാഷ്ട്രീയക്കാർ സമരം ചെയ്യണ കണ്ടിക്കണോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കണങ്ങൾ കണ്ടിക്കണോ? കണ്ടിട്ടില്ല. ആദിവാസികൾ ഇറങ്ങി സമരം ചെയ്ത് നേടിയതാണ് ഈ 50 സെന്റ് ഭൂമി. ഇതെല്ലാരോടും പറയണേ, അർഹതപ്പെട്ടവർക്ക് ഈ ഭൂമി കിട്ടണം. ഇങ്ങോട്ട് ഞാൻ പറയാണ്, അർഹതപ്പെട്ടവർക്ക് ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവന് അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടണം. അതിന് നമ്മളെല്ലാരും സഹകരിക്കണം. ഇവര് പറഞ്ഞു ഒറ്റ തുണ്ട് ഭൂമി ഇവര് വീണ്ടും കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഭൂമി മാത്രമാണ് ഇവരിപ്പോ പാർട്ടി അടിസ്ഥാനത്തിൽ പാർട്ടിക്കാർക്ക് മാത്രം ഇവിടെ വിതരണം ചെയ്യാൻ ഇവർ ഒരുങ്ങുന്നത്. ഇത്രയും നേരം ഞാൻ കണ്ടത്, ഇത്രയും നേരം ഒരേപോലെ പോയി. അതിന് ശേഷം ഒരേ വാർഡത്തെ 60 കുടുംബങ്ങളെയാണ് ഒരു പ്ലോട്ടിക്ക് ഒരു സ്ഥലത്തേക്ക് എടുത്തിട്ടുള്ളത്. ഒരേ വാർഡത്തെ ബാക്കി വരുന്ന കുടുംബങ്ങളെ ഇവരൊപ്പപ്പാടില്ലാത്ത ഒരു അജണ്ടയാണ് ഇവർ പറയുന്നത്. കമ്മിറ്റി ഒരു കുട്ടികൾ പണിയരുത്, വിശ്വസിക്കരുത്. എല്ലാരും ആദിവാസികളോട് ഞാൻ പറയാ, ഇത് വിശ്വസിക്കരുത്. ഇനി ഇവിടെ നമ്മളെ വനം വകുപ്പ് കണ്ടെത്തിയ ഭൂമി, ഞമ്മക്ക് പാസ്സായ ഭൂമി ഏക്കർ കണക്കിനുണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഒരു സെന്റ് ഭൂമി കണ്ടെത്തിയിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ ഘട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സമരം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ സർക്കാരെ കയ്യിൽ തന്നെ കിടക്കും. ഒറ്റ കുട്ടികൾക്ക് 3ാം ഘട്ടം ഭൂമി കിട്ടൂല. ഞാൻ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഭൂമി ഇപ്പൊ വിതരണം ചെയ്യുന്നത്. അതെല്ലാരും മനസ്സിലാക്കിക്കോളി. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന നറുക്കെടുപ്പാണ് 3:45 എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചതായി ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചത്. അത്തിക്കൽ പ്രദേശം കൂടി ഉൾപ്പെടുത്തി നറുക്കെടുപ്പ് ആരംഭിച്ചതോടെയാണ് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും നറുക്കെടുപ്പ് മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടായതും. താൻ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഹസന രീതിയിൽ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനായി 2 അവധി ദിവസങ്ങളിലായി ആദിവാസി നഗറുകളിൽ പ്രൊമോട്ടർമാർ എത്തിയാണ് നിലമ്പൂർ വ്യാപാര ഭവനിൽ ഇന്ന് നടന്ന ഭൂമിയുടെ നറുക്കെടുപ്പിലേക്ക് ക്ഷണിച്ചത്. അത്തിക്കൽ ഭാഗത്ത് സ്ഥല വിതരണം ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ആസൂത്രിതമായാണ് അത്തിക്കൽ ഭാഗം നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തി ഭൂമി വിതരണ നടപടി അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ബിന്ദു വൈലാശ്ശേരി പറഞ്ഞു. നമ്മളിപ്പോ ഈ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഭൂമി വിതരണം ചെയ്യാൻ തന്നെ അവർ തയ്യാറായിട്ടുള്ളത്. അത് ആ സമയത്ത് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോ അത് ആ രീതിക്ക് ഇവര് ഭൂമി കൊടുക്കാതെ ഞങ്ങളിപ്പോ ഹൈക്കോടതിനെ സമീപിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ ഹൈക്കോടതി ഇവരോടൊരു ഇത് ചോദിച്ചു, റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടിപിടി എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പൊ ഈ ഭൂമി വിതരണം നടക്കുന്നുണ്ടായിട്ടുള്ളത്. അതായത് ഇന്നലെ ഞായറാഴ്ച അവധിയാണ്. മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് സർവ്വ കോളനി കൂടെ ഈ പ്രൊമോട്ടർമാര് ഇന്നലെ മിനിഞ്ഞാന്ന് ഈ അവധി ദിവസമാണ് സർവ്വ കോളനി കൂടെയും പ്രൊമോട്ടർമാര് കൊണ്ടുവന്നുകൊണ്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും ആൾക്കാരെ പേരും ശാലം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് നറുക്കെടുത്ത ഒരു ഉച്ച വരെ നമ്മൾ പറഞ്ഞ രീതിക്ക് ഇവർ നറുക്കെടുത്തു. അതായത് ഇവര് ഓർഡറിൽ വിട്ടമാരിക്ക് കൊടിയേരി, നെല്ലിപ്പൊയില്, കണ്ണംകുണ്ട് നറുക്കുന്നതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലേന്നു ഇട്ടു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോ ഈ ഭൂമി ഇല്ലാത്ത ഒരു സ്ഥലം, ഭൂമി ഇല്ല എന്നാണ് അപേക്ഷക്കാരോട് പറഞ്ഞിരുന്നത്. ഇവിടെ അത്തിക്കല് ഈ അത്തിക്കല് ഫ്ലോട്ടില് 65 അപേക്ഷ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഓർഡറില് ഈ അത്തിക്കലില്ല. ഇവര് ഉച്ച കഴിഞ്ഞ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോ ഇവര് ഈറ്റിങ്ങളൊക്കെ ചോറും ഒന്നും തിന്നാതെ ഒരു ഭക്ഷണമൊന്നുമില്ല. ഇത്രയും 500ഓളം ആദിവാസികൾ ഇവിടെ വന്നിട്ട് ഒരു ഭക്ഷണം പോലും ഇവർക്ക് കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല.
അപ്പൊ സമയം ഒരുപാടായി, നമുക്ക് 2ആയിട്ട് നറുക്കെടുക്കാന്ന് പറഞ്ഞു. ഞങ്ങളും ആ ശരി തന്നെയാണ്, എല്ലാവരും വിശന്നിരിക്കല്ലേ, ഞങ്ങൾ അതിന് സഹകരിച്ചു. അപ്പൊ നോക്കുമ്പോ ഈ 65 കുടുംബങ്ങള് വേറൊരു കുടത്തില് മാത്രം ഇട്ടിട്ട് ഇവര് അത്തിക്കല് നറുക്കെടുത്തു. അത്തിക്കല് നമ്മൾ ഓർഡറിലും ഇല്ല, ഇവർ അപേക്ഷക്കാരോട് പറഞ്ഞിട്ടുള്ളത് അവിടെ ഭൂമി ഇല്ല എന്നുള്ളതാണ്, എല്ലാം കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കുമ്പോ ഒരേ രീതിക്ക് ഇവര് എടുക്കണ ഫ്ലോട്ട് നമ്പർ നോക്കുമ്പോ എല്ലാരും ചാലിയാർ പഞ്ചായത്ത് മൊടവണ്ണ ഭാഗത്തുപെട്ട ആളുകളാണ്. അത്തിക്കല് എല്ലാവർക്കും എടുക്കണവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മള് ഈ മൊത്തത്തിലുള്ള നറുക്കില് ഒരു 10 ആൾ എടുക്കുമ്പോ ഒരാൾക്കാണ് നറുക്ക് വീണത്, ബാക്കിയുള്ള ആൾക്കാർ മുഴുവനും ഇല്ലാണ്ടാണ് ആകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോ ഞങ്ങൾ ഇതിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണിത് സംഭവത്തിൽ ഇത് ആകെ പിന്നെ ഒരു നറുക്കെടുപ്പ് ശരിയില്ലാത്ത രീതിക്കാണ്, ഇതിൽ അഴിമതി ആയിട്ടാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത്. കൊടുക്കുകയും ചെയ്തു. ഇതാണ് ചെയ്തിട്ടില്ല. അപ്പൊ നറുക്കെടുപ്പ് ഞങ്ങൾ തടസ്സപ്പെടുത്തി. അതെ, ഇതിനകത്ത് നമുക്ക് തന്ന ഓർഡറിൽ ഒരിക്കലും അത്തിക്കലില്ല. ഈ അത്തിക്കലില്ലാതെ എങ്ങനെ ഈ 65 കുടുംബങ്ങൾ ഒറ്റയടിക്ക് പിന്നെ ഈ ഒരു നറുക്കില് വന്നു? അത് ഞങ്ങള് ഒരുപാട് ആൾക്കാർക്ക് അത് അന്ന് അപേക്ഷ കൊടുത്താൽ അത്തിക്കലുള്ള ആൾക്കാരുണ്ട്. അതെ, ഒരു നാടകം, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു നാടകമാണിത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കറക്റ്റായിട്ട് ഇത് ആദിവാസികൾ ഇത് ആരും പ്രതികരിക്കൂല എന്നുള്ള ഒരൊറ്റ ഭാവത്തില് ഇവര് പിന്നെ ചെയ്ത ഒരു നാടകം കളിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കള്ളത്തരത്തിൽ കൂടെയാണ് ഇപ്പൊ ഈ നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും ഈ അവധി ദിവസങ്ങളിൽ മൊത്തം പ്രൊമോട്ടർമാരെ നമ്മളെ കോളനി കൂടെ ഇറക്കിയിട്ടാണ് ഇവർ ഈ പിന്നെ ഭൂമി നറുക്കെടുപ്പിനെ പറ്റി തന്നെ കൊടുത്തിട്ടുള്ളത്. അത് മിക്ക ആൾക്കാർക്കും കിട്ടിയ സ്ഥലം ഉള്ള ഒരാളെ പേരുള്ള സ്ഥലത്തല്ല, അവരുടെ കോളനി അല്ല, മറ്റുള്ള ആ കോളനി സ്ഥലമുള്ള ആളെ പേർക്ക് കിട്ടിയില്ലേ. ഇങ്ങനൊക്കെ ഓടിപ്പാഞ്ഞി 2 ദിവസം കൊണ്ടാണ് ഇവർ ഇത് ഇത്രയും ഒപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവര് DRD മീറ്റിംഗ് ഓർഡർ ആയതാണെന്ന് പറഞ്ഞിട്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് ആർക്കും ഇതിനകത്ത് ഇപ്പൊ നറുക്കെടുത്താല് നമ്മൾ കണ്ടേല് 1 സെന്റ് പോലും ഭൂമി ഇല്ലാതെ ജീവിക്കാൻ ഒരു ഗതി ഇല്ലാത്ത ആൾക്കാർ ഈ നറുക്കിനകത്ത് വന്നിട്ടില്ല. അപ്പൊ ഈ ഇല്ലാത്തൊരു ഭൂമി പെട്ടെന്ന് 65 ആൾക്കാരെ ഒറ്റയടിക്ക് ഇല്ലാത്തൊരു ഭൂമി എവിടുന്ന് ഇവര് നറുക്കെടുത്തു? ഇത് വളരെയധികം അങ്ങനെ ഹൈക്കോടതിയെ ഞാൻ തന്നെയാണ് സമീപിച്ചിട്ടുള്ളത്. അതെ, ഹൈക്കോടതിനെ സമീപിച്ച് ഹൈക്കോടതി ഇവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നവിടെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു നറുക്കെടുപ്പാണ് ഇത് ചെയ്തിട്ടുള്ളത്. സർക്കാർ മാനദണ്ഡ പ്രകാരം എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് നറുക്കെടുപ്പെന്നും നറുക്കെടുപ്പിൽ ഭൂമി ഇല്ലാത്തവർക്ക് വനം വകുപ്പ് കൈമാറാനുള്ള 80 ഹെക്ടർ ലഭിക്കുന്ന മുറയ്ക്ക് കൈമാറുമെന്നും കളക്ടർ അറിയിച്ചെങ്കിലും പ്രതിഷേധക്കാർ അയഞ്ഞില്ല. ഇതോടെയാണ് ഡെപ്യൂട്ടി കളക്ടർ നറുക്കെടുപ്പ് നിർത്തിവെച്ചതായി അറിയിച്ചത്. വനം വകുപ്പ് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനായി 117 ഹെക്ടർ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നു. ഇതിൽ നിന്നും 71 ഹെക്ടർ സ്ഥലം 2 വർഷം മുൻപ് 1ാം ഘട്ടത്തിൽ 570 കുടുംബങ്ങൾക്കായി വിതരണം ചെയ്തിരുന്നു. ബാക്കിയുള്ള 37 ഹെക്ടറാണ് 2ാം ഘട്ടത്തിൽ നൽകുന്നത്. 144 കുടുംബങ്ങൾക്ക് സ്ഥലം ലഭിച്ചാലും 273ഓളം ഭൂരഹിത കുടുംബങ്ങൾ ഇനിയും ഭൂമി ലഭിക്കാതെ പുറത്താകും. 1ാം ഘട്ടത്തിൽ വിതരണം ചെയ്ത സ്ഥലം പോലും 2 വർഷമായി തരംതിരിച്ച് കൊടുത്തിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.